ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാനിതാ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഡൈനാമിക് ഐറ്റം എന്നൊക്കെ പറയാം. ഇന്ന് പതിവിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ, അപ്പോൾ തന്നെ ഉറപ്പിച്ചോളൂ എന്തോ ഒരു വലിയ സംഭവമാണ്. 2 ഐറ്റം ത്രെഡ്, സ്റ്റെൻസില്, ചോക്ക്, സ്കെയില് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പോരാത്തതിന് ഇതൊക്കെ വെച്ചിട്ട് ഇത് ഞാനൊരു സ്കാലപ്പ് വർക്കാണ് കാണിക്കുന്നത്. പക്ഷേ ട്വിസ്റ്റ് അതല്ല കേട്ടോ. ട്വിസ്റ്റ് നമ്മൾ നോർമൽ മെഷീനിലാണ് ഈ ഒരു സ്കാലപ്പ് വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെൻസിൽ ഞാൻ ഓൾറെഡി ഒരു പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു റാറാ ഷേപ്പ് ഇട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. സ്കാലപ്പ് പൊതുവെ നമ്മൾ ഈ ഒരു ഷേപ്പിലാണല്ലോ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലോത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റെൻസിൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ കംഫർട്ട്, നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ക്ലോത്ത് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട്. ക്ലോത്തിൻ്റെ ചീത്തവശമാണ് കേട്ടോ മുകളിൽ വരേണ്ടത്. അപ്പോൾ ചീത്തവശത്താണ് നമ്മൾ ഈ സ്റ്റെൻസിലൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ചോക്കോ പേനയോ എന്താണോ നിങ്ങൾക്ക് കംഫർട്ട് അത് വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി. ഇനിയിപ്പോൾ സ്കെയിൽ എന്തിനാന്ന് ആലോചിച്ചിരിക്കണ്ട. സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റെൻസിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം വളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു ചോക്കാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ക് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചോക്ക് നമ്മൾ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു മാർക്കിങ് പോകൂല കേട്ടോ. അപ്പോൾ ക്ലോത്തിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും അങ്ങോട്ട് കാണുന്നില്ലല്ലേ? കാണൂല, കാരണം ചെറുതായിട്ടാണല്ലോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കട്ടിക്ക് അതിൻ്റെ മുകളിൽ കൂടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ യൂസ്ഫുൾ ആവുക. കാരണം ആ ഒരു കറക്റ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ, എങ്കിലല്ലേ നമ്മളെ സ്കാലപ്പ് സൂപ്പർ ആവുള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് മെഷീൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ മാർക്കിംഗ് ഒക്കെ പോയിട്ടുണ്ടാകും. ഏത് കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടത് പോലൊന്നും അറിയലുണ്ടാവില്ല. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കാലപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ നോർമലി നമ്മൾ എംബ്രോയിഡറിക്കൊക്കെ യൂസ് ചെയ്യുന്ന നൂലുണ്ടല്ലോ കേട്ടോ, അത് വെച്ചിട്ടാണ് സ്കാലപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തല്ലോ, അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇനി ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ആ ഒരു ടൈറ്റിൽ നിൽക്കുമ്പോൾ നല്ല സ്റ്റിച്ചായിരിക്കും കിട്ടുക. എൻ്റെ ഇതിപ്പോൾ കാണുന്നില്ല, സ്വാഭാവികമാണ്. നമ്മൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണൂലല്ലോ, എവിടെയാന്ന് പോലും അറിയില്ല. ഇനി ബോബിനിൽ ഈ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ എംബ്രോയിഡറി നൂലുണ്ടല്ലോ, അതാണ് നമ്മുടെ ബോബിനിൽ ചുറ്റി കൊടുക്കേണ്ടത്. അത്യാവശ്യം ടൈറ്റിൽ തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത് അത് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുക. അത് കുറച്ച് കട്ടി കൂടിയതായതുകൊണ്ട് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാൻ കഴിയൂല. അപ്പം എത്രയാണോ അതിന്മേൽ പോകുക അത് അത്രയും ചുറ്റി കൊടുക്കുക. ശേഷം പിന്നെ കഴിഞ്ഞിട്ട് വീണ്ടും ചുറ്റി കൊടുക്കുക. ഇതിങ്ങനെ ചുറ്റുമ്പോഴേ പണ്ട് പമ്പരം ചുറ്റി കളിച്ചതൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഹിന്ദിന്റെ എക്സാമിന് ഇംഗ്ലീഷ് മാത്രം ഓർമ്മ വരുന്നത്. അതുപോലെ അങ്ങനെ ചുറ്റി ഏകദേശം ഈ ഒരു ബോബിന് ഫുള്ളാവാനായിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ഷോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റൊരു റൗണ്ടിൽ തന്നെ തീർക്കട്ടോ. അതായത് ഒരു ഷോളിന്റെ ഒരു ഭാഗമാണേ, ഒരു ഭാഗത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏകദേശം ചുറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് കേസിൻ്റെ ഉള്ളിലേക്ക് ഈ ബോബിനെ വെച്ച് കൊടുക്കാം കേട്ടോ. ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വലിച്ചെടുക്കണം. അത്യാവശ്യം കട്ടിയുള്ളതായതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ എന്തായാലും വരില്ല. അപ്പോൾ ഈ ഒരു സ്ക്രൂ വെച്ചിട്ട് ഈ ഒരു ഭാഗം നമുക്കൊന്ന് സ്ക്രൂ ചെയ്തിട്ട് ലൂസാക്കി എടുക്കണം. അതിന് സ്ക്രൂ തപ്പി പോകുന്ന വേണ്ട, ഈ ഒരു ബോബിൻ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് ലൂസായി കിട്ടും. ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കേസൊക്കെ ലൂസാക്കി ഇനി ബോബിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ ഒരു ത്രെഡിനെ വലിച്ചെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പോന്നു. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കേസിനെ വെച്ച് കൊടുക്കാം. ഇനി വീല് തിരിച്ചതാ ഇതുപോലെ ത്രെഡ് മുകളിലേക്ക് എടുക്കാം കേട്ടോ. കറക്റ്റിൽ തന്നെ കിട്ടും, ഈസി ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കുറച്ച് കട്ടിയുള്ള നൂലാണെന്ന് വിചാരിച്ചിട്ട് കിട്ടാതെ ഒന്നും നിൽക്കില്ല, കറക്റ്റിൽ തന്നെ കിട്ടും. ഇനി നമ്മുടെ സ്കാലപ്പ് വർക്ക് തുടങ്ങാട്ടോ. എങ്ങനെയെന്നല്ലേ, ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് കൂടി കറക്റ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്ലോത്തൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ടൊന്ന് വലിച്ച് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു റാറാ ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. തിരക്ക് കൂട്ടണ്ട, സ്ലോലി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റിൽ കിട്ടുക. ആദ്യത്തെ അറ്റംപ്റ്റൊക്കെ ചിലപ്പോൾ കട്ട ഫ്ലോപ്പ് ആവും എന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെടുമെന്ന് വേണ്ട. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ 1-2 വട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഓക്കെ ആകും. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോ അറ്റത്തെത്തുമ്പോഴും അവിടെ ഒന്ന് ജസ്റ്റ് സൂചി കുത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് വീണ്ടും ആ ഒരു റാ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ റാൻ്റെ എൻഡിലെത്തുമ്പോൾ അവിടെ സൂചി കുത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ക്ലോത്ത് തിരിച്ചെടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനായിട്ടും സ്ലോലി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു അടിച്ചെത്തുമ്പോൾ നിർത്തി കൊടുക്കുക, കുത്തി കൊടുക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ തിരിച്ചെടുക്കുക കേട്ടോ.
നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തല്ല, അതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫാസ്റ്റായിട്ടൊന്നും അടിക്കണ്ട, ഒന്ന് പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്കാലപ്പ് ചെയ്യണമെങ്കിൽ ഫാഷൻ മേക്കർ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതുപോലെ നോർമൽ മെഷീനിൽ നമുക്ക് ചെയ്തെടുക്കാം ഈസി ആയിട്ട്. ഇതിപ്പോൾ ഒറ്റ സ്റ്റിച്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ, അപ്പോൾ ചെറിയൊരു കട്ടിക്കുറവൊക്കെ ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് നല്ല കട്ടിയിലാണ് സ്കാലപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ റാറ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തല്ലോ, അത് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ 1-2 പ്രാവശ്യം കൂടി ചെയ്തെടുത്താൽ നല്ല കട്ടിയിലായിരിക്കും നമ്മുടെ സ്കാലപ്പ് വർക്ക് ഉണ്ടാകും. നമ്മളിതാ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മളിതാ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതാണ്ടാ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യത്തെ അറ്റംപ്റ്റ് ഒരു പക്ഷേ ഫ്ലോപ്പ് ആണെങ്കിലും പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോണമെന്നില്ല, പിന്നെ ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് അത് ബെറ്ററായി വരും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതാ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സ്കാലപ്പ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചെറിയ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട്, കാരണം ആ ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ കറക്റ്റിൽ പിടിക്കാമായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ ഒരു ഭാഗത്ത് കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ ഒരു കത്രിക എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഈ ഒരു നൂലിൽ തട്ടാതെ വേണിട്ട് ചെയ്തെടുക്കാൻ കറക്റ്റിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എക്സ്ട്രാ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതൊന്ന് തീ വെച്ചിട്ട് ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യമാണ്. നമ്മൾ ചെയ്ത വർക്കിലൊന്നും തട്ടരുത്. കണ്ടോ, കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ തന്നെ ആ ഒരു ലുക്ക് മാറിയത് കണ്ടില്ലേ. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതാ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. കത്രികയോട് കട്ട് ചെയ്യാൻ കഴിയാത്തത് നമുക്കൊരു ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ. ഉരുക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്ലോത്ത് ഫുള്ളായിട്ട് കത്തിപ്പോവരുത്. അപ്പോൾ മാക്സിമം കത്രികയോട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് മാത്രം ഉരുക്കി കൊടുത്താൽ മതി. അത് നമ്മൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞു, ഇനി ഫിനിഷിങ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റർ വെച്ചിട്ട് എക്സ്ട്രാ വരുന്ന കുഞ്ഞു കുഞ്ഞു പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്യല്ല, ഒന്ന് ഉരുക്കി കൊടുക്കുക. അത് അത്യാവശ്യം നല്ല തീ ഇട്ടിട്ട് അതും കൂടി ശ്രദ്ധിക്കണം. നല്ല തീ എടുത്തിട്ട് ഉരുക്കാൻ നിൽക്കണ്ട, ചിലപ്പോൾ ഷോള് ഫുള്ളായിട്ട് കത്തിപ്പോകും. അപ്പോൾ ചെറിയ തീയിൽ വേണം നമ്മൾ ഉരുക്കിയെടുക്കാൻ. പിന്നെ കൈ പൊള്ളുന്നതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് സ്കാലപ്പ് ചെയ്യാനുള്ള പൂതിയേ തീരും. ഇനി തീ നേരെ അതിൻ്റെ മൂട്ട് കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തില്ല ആ ഒരു തോതിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ തീൻ്റെ പുകേൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞത് ഏകദേശം ഫിനിഷ് ആവാനായിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അയൺ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ക്ലോത്ത് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചൂട് കൊടുത്തിട്ട് വേണം കേട്ടോ അയൺ ചെയ്യാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്കാലപ്പിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടാൽ പറയോ നോർമൽ മെഷീനിൽ ചെയ്തെടുത്തതാണെന്ന്. അപ്പോൾ ഇനി ഫാഷൻ മേക്കർ ഇല്ലാന്നും പറഞ്ഞ് ആരും വിഷമിച്ചൊന്നിരിക്കേണ്ട. സ്കാലപ്പ് ഇതാ നമുക്ക് ഈസി ആയിട്ട് നോർമൽ മെഷീനിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി എന്തെങ്കിലും വർക്കൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്താ കുറച്ച് മിറർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗ്ലൂ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ചെയ്ത് കൊടുത്ത് കളർഫുൾ ആക്കി എടുക്കാം കേട്ടോ. ഇത് അവിടെയും ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള ഡിസൈനിൽ കൊടുക്കാം കേട്ടോ. ഇനി മിറർ തന്നെ വേണമെന്നില്ല, എന്താണ് നിങ്ങളെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യുക. ബീഡ്സോ മുത്തോ രണ്ടും ഒന്നാണല്ലേ. ഓക്കെ, ഈ കുഞ്ഞ് കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, കട്ട് ബീഡ്സോ അല്ലെങ്കിൽ പേളോ എന്തായാലും ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി ഈ ഡിസൈൻ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ക്ലോത്ത് തിരിച്ചും പിടിച്ചും സ്റ്റിച്ച് ചെയ്തതുകൊണ്ടേ അത്യാവശ്യം നല്ല ചുളിവ് വീണിട്ടുണ്ടല്ലേ. ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഇത്രയും ചുളിവൊക്കെ വീണത് കണ്ടത്. ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായോ? അയൺ മുഖ്യമെങ്കിലേ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരട്ടോ, അല്ലെങ്കിൽ ഇത്രയും നേരം ചെയ്തതൊക്കെ വെള്ളത്തിൽ വരെ വരച്ചതുപോലെ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുട്ടപ്പനായില്ലേ? കുട്ടപ്പനോ അതോ കുട്ടപ്പത്തിയോ എന്തോ ആട്ടെ, സംഭവം പൊളി. ഇത്രയും പെർഫെക്റ്റ് ആവുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മളൊരു നോർമൽ മെഷീനിൽ എംബ്രോയിഡറിന്റെ ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്കാലപ്പ് ചെയ്തെടുത്തത്. ഇനി സ്കാലപ്പ് 10-100 പുറത്ത് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.